നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ സ്നേഹം, റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് നല്ല സങ്കടമായി സുമി. എന്നാലും നീ ഇത്ര പ്രതീക്ഷയോടുകൂടി ചെന്ന് നിന്റെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇങ്ങനെയായി പോയല്ലോ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ നടക്കും. അതൊന്നും നമ്മൾ വിചാരിക്കുന്ന വഴിക്കാവില്ലല്ലോ സ്നേഹം. ഗിരി സംസാരിച്ചത് മുഴുവനും ഗിരിയുടെ കാഴ്ചപ്പാടുകളായിരുന്നു. അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലുള്ള സ്നേഹത്തിനും ആഗ്രഹങ്ങൾക്കും ഒന്നും ഗിരിയുടെ ജീവിതത്തിൽ ഒരു കാലത്തും സ്ഥാനം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പറയേണ്ടിയും വന്നില്ല. സുമി, ഇതൊന്നും കേട്ടിട്ട് നീ മനപ്രയാസപ്പെടണ്ട. ഈ വാക്കിലും പറച്ചിലൊന്നും അല്ലല്ലോ കാര്യം. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടുപേർക്കിടയിൽ അറിയാതെ സംഭവിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഗിരി എന്തൊക്കെ പറഞ്ഞാലും അത് അതിൻ്റെതായ വഴിക്ക് സംഭവിച്ചോളും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഗിരിയോട് അടുക്കാനും പരസ്പരം മനസ്സിലാക്കാനും നീ തന്നെ മുൻകൈ എടുത്താൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ഒരുമിച്ചൊരു ഹണിമൂൺ യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോ അതിൻ്റെതായ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എനിക്കുറപ്പാ. ഹണിമൂൺ യാത്രയോ? ആരുടെ? ഇനിയിപ്പോ അങ്ങനെ ഒരു യാത്രയ്ക്കൊന്നും പോകുന്നില്ല സ്നേഹം. വിദേശത്ത് ടൂർ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ ഡിസംബറിൽ അമ്മയും നവ്യയും യൂറോപ്യൻ ടൂറിന് പോകുമ്പോ കൂടെ പൊക്കോളാൻ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞോ? ഗിരിക്ക് ഇത് എന്തിന്റെ കേടാ? ഇവനിത് എന്ത് ഭാവിച്ചത്? ഗിരിയുടെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല സ്നേഹ. ഗിരി എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കല്യാണത്തിലേക്കും എന്നോടൊപ്പമുള്ള ജീവിതത്തിലേക്കും ഏത് മാനസികാവസ്ഥയിലാണോ ഗിരി കാലെടുത്ത് വെച്ചത് അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. മാറ്റങ്ങൾ വന്നത് എനിക്കാ. അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകൾ തലപൊക്കി തുടങ്ങിയത് എന്റെ മനസ്സിലാ. തെറ്റപ്പോ എന്റെ ഭാഗത്ത് തന്നെയല്ലേ? സുമിതേ, എന്ത് പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രിപ്പാ നീ ഒരു ദയവില്ലാതെ ക്യാൻസൽ ചെയ്തേ? നീ അവളോട് ചെയ്തതേ വലിയ ദ്രോഹായി പോയി. എടാ, ഞാനും സുമിയും തമ്മിലുള്ള ബന്ധം ഏതു തരത്തിലുള്ളതാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിനക്കല്ലേ? അങ്ങനെയുള്ള നീയാണോ ഇങ്ങനെ ഓരോ കാര്യത്തിന് എന്നെ നിർബന്ധിക്കാൻ ശ്രമിക്കുന്നത്? എടാ, എന്തൊക്കെയായാലും നീ കല്യാണം കഴിച്ച പെണ്ണല്ലേ അവള്. ആ കല്യാണം നടന്നത് ഏത് സാഹചര്യത്തിലായാലും ഇപ്പൊ അവള് നിന്റെ ഭാര്യ. സ്വന്തം ഭാര്യയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാനും അത് നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് നിനക്കുണ്ട് ഗിരി. ഹലോ, ഞാൻ അങ്ങനെ വെറുതെ ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കിയതല്ലടാ. സനുവിന്റെ കൂട്ടുകാരിയുടെ ഒരു ബിസിനസ് വെഞ്ചറിന്റെ ഇനാഗുറേഷൻ വന്നുവിട്ടു. ഒഴിവാക്കാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ചതാ. ആന കാര്യായി പോയി. ഒന്ന് പോകിരി. ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നീ ഓരോ കാരണം കാത്തിരിക്കായിരുന്നു, അത്ര തന്നെ. ഇവിടെ നിനക്ക് എന്താ ആകാശ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളെന്തെങ്കിലും ചക്കര വാക്ക് പറഞ്ഞ് മയക്ക് കൂട്ടിക്കൊണ്ടു പോയതായിരിക്കും സാറേ. അല്ലാതെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കയറി പോകില്ല സാറേ. ഇവള് മര്യാദക്ക് ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് സ്വരുമേ പോവാൻ എന്റെ മോനോട് ഞാനാ പറഞ്ഞത്. അതെന്റെ തെറ്റാ. രോഹിത്തും വൈഫും തമ്മിൽ സ്വരച്ചേർച്ചക്കുറവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനൊന്നും ഇല്ലായിരുന്നു സാറേ. കീരിയും പാമ്പ് പോലെയായിരുന്നു രണ്ടുപേരും. ഒരു ദിവസം പോലും സമാധാനമായിട്ട് ജീവിച്ചിട്ടില്ല. വീട്ടുകാര് ആലോചിച്ച് തീരുമാനിച്ച കല്യാണം തന്നെയല്ലേ ഇത്? അതെ സാറേ, പക്ഷേ അതിനു മുമ്പേ ഇവര് തമ്മിൽ പ്രേമത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കഷ്ടിച്ച് 2 മാസേ ആയിട്ടുള്ളൂ സാറേ. പ്രേമിച്ച് വിവാഹം കഴിച്ച രണ്ടുപേർ ഇത്ര പെട്ടെന്ന് അഭിപ്രായ ഭിന്നത വരാനുള്ള കാരണം എന്താ?
കല്യാണം കഴിക്കേണ്ടി വന്നെങ്കിലും എന്റെ മോനെ ഇവൾക്ക് ഇഷ്ടമല്ലായിരുന്നു സാറേ. പണി പാളുകയാണല്ലോ. ഇവരെല്ലാം പറഞ്ഞ സംഗതി എന്റെ കയ്യിൽ നിന്ന് പോവും. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി വ്യക്തമായി പറയണം. പറയുന്ന കൂട്ടത്തിൽ ഒന്നും വിട്ടുപോകരുത്. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഈ കേസിന് സഹായകരമാകും. ഞാൻ എല്ലാം പറയാം സാറേ. തുടക്കത്തിൽ ഇവൾ എന്റെ മോന്റെ പിന്നാലെ നടന്നതാ. പിന്നെ അവനെ ചതിച്ചിട്ട് പോയി. നിശ്ചയം മുടങ്ങിയ അപമാനത്തില് അവന്റെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചു സാറേ. പിന്നെ അലഞ്ഞു നടന്ന് അവൻ ഇവളെ കണ്ടുപിടിച്ചു. എന്നിട്ടും ഇവള് പിടി തരാതെയാ നടന്നത്. ഗതികേട് കൊണ്ട് ഇവക്ക് താലിക്ക് തല നീട്ടിക്കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് ഇവളീ വീട്ടിൽ കാണിച്ചു കൂട്ടിയ അട്ടഹാസങ്ങള്, അതിൽ പലതും ഈ കോളനിക്കാർക്ക് പോലും അറിയാം സാറേ. അവരാരും പറയണ്ട, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. കൊളമായല്ലോ. ഞാൻ പറയാം സാറേ. നോട്ട് ചെയ്തോണേ മുഴുവനും. ഇനി അതേ ഉള്ളൊരു വഴി. സാറേ, ഇവളെ പറ്റി ഞാൻ ആദ്യം കേൾക്കുന്നത്. എനിക്കിനി ജീവിക്കണ്ട. എനിക്ക് ചാവണം. മേഡം, ഏയ്, മേഡം, പ്ലീസ്. കളഞ്ഞോ, നീ അത് കളഞ്ഞോ. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ചാവും, അത് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മകൻ നഷ്ടപ്പെട്ട വേദനയിലും സങ്കടത്തിലും നിൽക്കുക ഞാൻ. അതിനിടെ ഇതുപോലെ നട്ടാക്കുരുക്കാത്ത കള്ളം കേട്ട ഞാൻ കടുകൈ വല്ലതും ചെയ്തു പോകും. കൊണ്ടുപോ സാറേ ഈ അസത്തിനെ എന്റെ മുമ്പിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ ശാലിനി, എന്നെ ഇവിടേക്ക് കൊണ്ടുവരണ്ടെന്ന്. ഇവിളിതെപ്പോഴാ പറഞ്ഞ? ഈ സിറ്റുവേഷനിൽ കുട്ടി ഇവിടെ നിൽക്കണ്ട, മറ്റെവിടേക്കെങ്കിലും മാറി നിൽക്ക്. സ്വന്തം വീട്ടിലേക്കോ മറ്റോ. സാർ, ഞാൻ ഭാമേന്റെ വീട്ടിൽ പൊക്കോളാം സാർ. പരാതി നൽകിയിരിക്കുന്ന വിഷ്ണുവിന്റെ അമ്മയാണ് സർ. ഓ, അവരുടെ മകൾ പ്രീതിയുടെ ദോഷപരിഹാര പൂജയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ട്രിപ്പ്. ഭാമേന്റെ എല്ലാം അറിയാം സർ. ഇവര് പറയുന്നത് മാത്രം കേൾക്കാതെ സാർ ഭാമേന്റെ മൊഴി കൂടെ എടുക്കണം. എന്റെയും രോഹിത്തിന്റെയും കല്യാണം നടത്തി തന്നത് തന്നെ ഭാമേന്റെ. എല്ലാവരുടെയും മൊഴികളെടുത്തേ അന്വേഷണം മുന്നോട്ട് പോകും. ഈ പറഞ്ഞ സത്യഭാമ സർ. ആ, അവിടേക്കും വരുന്നുണ്ട് മൊഴിയെടുക്കാൻ. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ആ, ഇതിനിടെ രണ്ടു ഭാഗത്തുനിന്നും കൂടുതൽ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഉണ്ടാവില്ല സർ. വേണ്ട പ്ലീസ്. മോളെ, എന്റെ മോനെ. ആന്റി, രോഹിത്തിനെ നമുക്ക് കണ്ടുപിടിക്കാം. വിഷ്ണുവേട്ടൻ അവിടെ തന്നെ ഉണ്ട്. ശാലിനി, എന്റെ മോൻ. എന്റെ മോനെ. ആന്റി, ഞങ്ങള് ഇറങ്ങിക്കോട്ടെ. എത്രയും പെട്ടെന്ന് നീ ഇവിടെ എന്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോക്കോ. പിടി വിട്ട് നിൽക്കുവാ ഞാൻ.
എടീ, ആന്റി പോടി എന്റെ വീട്ടിൽ നിന്ന്. ശാലിനി, എന്റെ മോൻ, എന്റെ മോനെ ശാലിനി, ആന്റി എന്റെ മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ദൈവം നാളെ അവരുടെയൊക്കെ മനസ്സിൽ പിശാചാവില്ലേ? അറിയില്ല സച്ചേട്ടാ, ഞാൻ അതിനെ പറ്റിയൊന്നും ഇപ്പൊ ഓർക്കാനേ ശ്രമിക്കാറില്ല. ഓർക്കുമ്പോ പേടിയാ. സച്ചേന്റെ വിധി സച്ചേനെ തീരുമാനിക്കാം. എനിക്കോ നമ്മൾ ബുദ്ധിമുട്ടിക്കുമെന്ന് സച്ചിക്ക് തോന്നുവോ? ഒത്തിരി തിരക്കും കാര്യങ്ങളുള്ള ആളല്ലേ? ഏയ്, അങ്ങനെയൊന്നും തോന്നില്ല. വെറും പാവാന്ന് തോന്നുന്നു. എന്ത് നല്ല പെരുമാറ്റമല്ലേ? ആ, അതൊക്കെ വളരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ്. തറവാടിത്തം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇടയ്ക്കിടയ്ക്ക് അനൂപിന്റെ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. അവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാനും ആലോചിക്കാതിരുന്നില്ല. പിന്നെ പണ്ടും അവന്റെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നില്ലേ? വെട്ടൊന്ന് മുറിയുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അവൻ ചിന്തിക്കണ്ടേ? പറയാനും തിരുത്താനും പറ്റുന്ന പ്രായമല്ലല്ലോ അത്. അച്ഛൻ്റെ കല്യാണശേഷം അവൻ ഇങ്ങനായത്. സാമ്പത്തികമായി സെറ്റിലാവാത്തതിന്റെ വിഷമം അവനുണ്ട്. ഇത്രയും പഠിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടാത്തതിന്റെ വിഷമം അവനുണ്ട്. തുച്ഛമായ ശമ്പളത്തിനല്ലേ അവൻ ജോലി ചെയ്യുന്നത്. അതുകൂടാതെ അച്ചുവിന്റെ കാര്യത്തിനായി ഒരുപാട് കടവും വരുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വളർന്നു വരുന്നൊരു പെൺകുട്ടി. ശരിയാ, ആലോചിക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. നമുക്ക് സച്ചിയോടൊന്ന് സംസാരിച്ചാലോ? എന്തിന്? അല്ല, കുറെ കമ്പനികളൊക്കെ ഉള്ളതല്ലേ, അതിലെവിടെയെങ്കിലും അനൂപിനെ ഒന്ന്. അത് വേണ്ട, നമ്മളായിട്ട് ചോദിക്കണ്ട. അവരെങ്ങനെ ആളുകളെ എടുക്കുന്നത് നമുക്കറിയില്ലല്ലോ. സച്ചിക്കായിട്ട് തോന്നി പറയുകയാണെങ്കിൽ മതി. ഇനി എങ്ങനെ സച്ചി ചോദിച്ചാലും അനൂപ് പോകുമെന്ന് താൻ കരുതുന്നുണ്ടോ? ഹലോ ഹലോ, ആ കേക്കാം. ആ പറഞ്ഞോളൂ. അർജന്റാണോ? ആ ഓക്കെ ഓക്കെ. ഇത്ര പെട്ടെന്ന് സച്ചി പോകാൻ തീരുമാനിക്കാൻ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അത് നിങ്ങളുടെ മരുമോനോട് തന്നെ ചോദിച്ചു നോക്ക്. അതൊന്നും ആയിരിക്കില്ല അമ്മേ, വേറെന്തെങ്കിലും അത്യാവശ്യം കാണും. കഷ്ടായിപ്പോയി. അച്ചുവന്റെ കണ്ട കൊതി മാറിയില്ലായിരുന്നു. നാളെ രാവിലെ തന്നെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. എന്നാലും സച്ചി, ഇത്ര പെട്ടെന്ന്, അതും രാത്രി തന്നെ? പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഒന്ന് ഇരുന്നത് പോലും ഇല്ലല്ലോ. കമ്പനിയിലെ കാര്യമല്ലേ, മാറ്റിവെക്കാൻ പറ്റാത്താണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് മീറ്റിംഗ്, എന്ത് ചർച്ച? ആവശ്യമില്ലാത്ത ഭാര്യ വീട്ടിൽ പൊറുക്കാൻ സച്ചിയെ വിട്ടാ ചിലപ്പോ അവൻ അവരുടെ താളത്തിനൊപ്പം തുള്ളി തുടങ്ങും. അങ്ങനെ ഇപ്പോ അവനെ അവരുടെ കൈപ്പിടിയിലാക്കണ്ട. അവന്തിക വരയ്ക്കുന്ന വരയിൽ നിന്നാ മതി സച്ചിയും അവന്റെ ഭാര്യയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മൂനെ ഇല്ലാതാക്കാൻ കവിതയും ഗൗതവും തിടുക്കം കൂട്ടുന്നത് അമ്മൂന് അവരുടെ വിവാഹകാര്യം അറിയാവുന്നതുകൊണ്ടാവും. എങ്ങനെ അവൾ അതൊക്കെ മനസ്സിലാക്കുന്നതെന്നാ പിടികിട്ടാത്തത്. ശ്രീകുട്ടിയുടെ കാര്യം പറഞ്ഞ് വലിയച്ചേ കവിത കയ്യിലെടുത്തു. അമ്മു ഇല്ലാതെ വേണ്ടത് ഇതുകൊണ്ടൊന്നും അല്ലാന്നുള്ള കാര്യം ഇവർക്കാർക്കും അറിയില്ല. എന്ത് കാരണം കൊണ്ടായാലും ആ പെണ്ണ് മംഗലശ്ശേരി കുടുംബത്തിനൊരു ഭീഷണി തന്നെയാ. ദിനേശനെതിരൊരു കാഴ്ചക്കാരൻ മാത്രമാ. അമ്മ തീരുന്നത് എന്റെയും കാര്യമാണെന്ന് ആർക്കും അറിയില്ല. ഇതൊന്ന് കഴിഞ്ഞു കിട്ടുമ്പോ ദിനേശന്റെ കളികൾ കവിതയും കാഞ്ചനയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. വള്ളിയമ്മേ, സ്ഥലം ആയില്ല മോളെ. മോളെ ധൈര്യമായിട്ടിരിക്ക്, ഞാൻ പറയാം. ഫോണിൽ റേഞ്ച് കിട്ടൂല. ഹലോ. ആ സിസ്റ്ററെ, ഞാൻ സഞ്ജുവാ. എന്താ സഞ്ജു? ഒരു വിവരം അറിയാനാ ഞാൻ വിളിച്ചത്. എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ പറഞ്ഞതാണല്ലോ. ഇനി പുതിയതായിട്ട് ഒന്നുമില്ല. എനിക്കറിയേണ്ടത് നമ്മൾ നേരിട്ട് സംസാരിച്ച കാര്യങ്ങൾ സിസ്റ്റർ അമ്മൂനെ വിളിച്ച് അറിയിച്ചോ എന്നാണ്. സിസ്റ്റർ കള്ളം പറയരുത്, എനിക്കത് അറിയണം. ഞാൻ അതെല്ലാം അവളോട് പറഞ്ഞു. അവൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അമ്മ യൂസ് ചെയ്യുന്ന ഫോൺ സിസ്റ്റർ കൊടുത്താണെന്ന് എനിക്കറിയാം. എനിക്ക് ആ ഫോൺ നമ്പർ ഒന്ന് വേണം. സോറി സഞ്ജു. സഞ്ജു എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും നമ്പർ ഞാൻ തരില്ല. അവള് പോയ സ്ഥലത്തെ അഡ്രസ് കയ്യിലുണ്ടല്ലോ, അത് മതി. സഞ്ജു അവളുടെ പിന്നാലെ പോകില്ലെന്നാ ഞാൻ അമ്മൂന് വാക്കു കൊടുത്തിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലാ അവള് പോകുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ അവള്. ആയിക്കോട്ടെ, ഇനി അമ്മുവിന്റെ കാര്യത്തില് എനിക്ക് ഒരു റോളും ഇല്ല. സഞ്ജു അവളെ കാണാനുള്ള യാത്രയിലാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങള് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കും. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്ക്. സഞ്ജു, ഞാൻ ഫോൺ വെക്കുക. വീട്ടിൽ നിന്ന് പോയെന്നോ? അവിടത്തെ കുട്ടിയല്ലേ അവള്? ഞാൻ അങ്ങനെയാ കരുതിയത്. നാളെ തന്നെ ആ ഹോം നേഴ്സിനെ തിരിച്ചു കൊണ്ടുവരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, ഗിഫ്റ്റുമായിട്ട് രസിച്ച ആൾക്ക് കൊടുക്കാൻ വന്നപ്പോൾ ആളെ കാണാനില്ല. ഓ, അമ്പലത്തിൽ പ്രോഗ്രാം കാണാൻ വന്നിരിക്കും അല്ലേ? അതെ സർ. ആ, ലക്ഷ്മി എന്നല്ലേ പേര്? അതെ. ആ, ഒരു മിനിറ്റ്. അത് നിർത്തണം. അതെ, ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നിയിട്ട് അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. വാങ്ങിച്ചോ? താങ്ക് യു സർ. അതല്ല, ലക്ഷ്മി ഇവിടെ എന്താ ചെയ്യണേ? ഞാനിവിടെ ഒരു ടീ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. ഓ, അപ്പൊ ഇവിടെ തന്നെയാണോ വീട്? അതെ. ആ, അതെ, എന്നെ കൊല്ലാൻ വന്ന ആൾ എന്റെ ശത്രു ഒന്നും അല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമുക്ക് എവിടെ ശത്രുക്കൾ? അത് ഈ നാട്ടിലെ ഏതോ ഒരു സൈക്കോ എന്തോ ആണ്. ഇത് ഞാൻ പറഞ്ഞു കേസൊന്നും ആക്കണ്ടെന്ന്. അല്ല, എവിടെ വീട്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട. ആ സൈക്കോ എവിടെയെങ്കിലും കാണും, കയറാൻ നോക്ക്. കയറിയോ?
കയറി. ഓക്കെ അല്ലേ? പോവാം. ഗൗതം, അയാളോട് ഏറ്റുമുട്ടുന്ന ബുദ്ധിയല്ല. ആളാരാണെന്നറിയാലോ? അയാളുടെ ഗുസ്തിയൊക്കെ അങ്ങ് സിനിമയില്. അയാൾ അവളെ കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് അവളെ തൊടാൻ പറ്റില്ല. നമ്മൾ ഇത്രയും പേരില്ലേ ദിനേശ? ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം. ഒന്ന് ഇറങ്ങ് സാറേ. എന്താ ഇറങ്ങ്? ഇറങ്ങണം. എന്താ? ആ, മോളിനകത്തുണ്ടായിരുന്നോ? ഇങ്ങോട്ട് ഇറങ്ങു മോളെ. ഇറങ്ങി വാ മോളെ, ഇങ്ങോട്ട് ഇറങ്ങടി. നടക്കിങ്ങോട്ട് നടക്കാൻ. ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വാടേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പെണ്ണ് എന്താ ചെയ്യുന്നേ? ഇമാതിരി പട്ടിക്കാട്ടുകാർക്ക് ആരെങ്കിലും ലെതർ ഷൂസ് ഏൽപ്പിക്കോ? ഇവിടെ ആരും ഇല്ലെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. വിശാലേ, നിന്റെ ഷൂസ് ആണ് നശിപ്പിച്ചോണ്ടിരിക്കുന്നത്. വിശാലേ, നോക്കി. ആര് പറഞ്ഞു നിന്നോട് ഈ ഷൂസ് ഇങ്ങനെ ചെയ്യാൻ? കണ്ടില്ലേ? ഇതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? ഇതുപോലെ നെല്ലും പതിനും തിരിച്ചറിയാത്തനൊക്കെ ജോലിക്ക് വെച്ചിട്ട് എന്താ കാര്യം? ആ പേരും പറഞ്ഞ് ഇനി ഇവിടെ ആരും നിക്കണമെന്നില്ല. അവൾ അറിഞ്ഞോണ്ടല്ലോ പ്രതാപ. അതുകൊള്ളാം. അറിയാതെ പിന്നെ? എനിക്ക് തോന്നുന്നതേ ഇത് ഇവള് മനഃപൂർവ്വം ചെയ്താണെന്നാ. ഈ ഷൂസ് മാത്രം വൃത്തിയാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അവളിതാ എന്റെ എല്ലാ ഷൂസും നശിപ്പിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇനി ഞാൻ എങ്ങനെ ഓഫീസിൽ പോകും? എന്നാ പോവാതിരുന്ന പോരെ? അത് തന്നെയാ നിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിനക്ക് സമാധാനമായല്ലോ. നിനക്കെന്റെ രക്ഷകയാവണോ അല്ലേ? പണ്ടത്തെ പോലെ നീ എന്നെ വീണ്ടും രക്ഷിച്ചു എന്ന് വരുത്തി തീർത്ത് എന്റെയും പിന്നെ ഇവിടെ എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റണം അല്ലേ? പിന്നെ ഈ വീട്ടിലും എന്റെ ജീവിതത്തിലും കടിച്ചു തൂങ്ങണം അല്ലേ? രാവിലെ മുതൽ നീ ശ്രമിക്കുന്നതാ എന്നെ തടയാൻ. പലതും പറഞ്ഞു നോക്കിയിട്ടും ഞാൻ പിന്മാറില്ലെന്നായപ്പോ ഇതെല്ലാം നീ നശിപ്പിച്ചു. വേണ്ട, നിന്റെ ഒരു സഹായവും ഇനി എനിക്ക് വേണ്ട. പോകാൻ ഉറച്ച് ഞാൻ ഇറങ്ങിയതാണെങ്കിലേ ഞാൻ പോവുക തന്നെ ചെയ്യും. അതൊരു വെല്ലുവിളിയാണെങ്കിലേ അങ്ങനെ. വെറും കാലോടെ ഇറങ്ങി നടക്കാനും എനിക്ക് ഒരു മടിയുമില്ല.
വിശാൽ സാർ, വിശാൽ സാർ, ഞാൻ ഡിവോഴ്സ് തരാം. ഇന്ന് എങ്ങോട്ടും പോകാതിരുന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാം. പ്രതാപ, വക്കീലിനെ വിളിക്കടാ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വയം വിലവെക്കാത്ത ഒരു പെണ്ണിനെയും സമൂഹമോ സ്വന്തം കുടുംബമോ ഭർത്താവോ അങ്ങനെ ആരും തിരിഞ്ഞു നോക്കില്ല. നീ എന്തായി നോക്കി നിൽക്കുന്നേ? വക്കീലിനും ഞങ്ങൾക്കൊക്കെ വേറെ പണികളുള്ളതാ. ഒപ്പിടാൻ നോക്ക്. ഒപ്പിടാൻ. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഇങ്ങനെ കരഞ്ഞൊതുങ്ങിക്കൂടിയാൽ നിനക്ക് നിന്നെ പോലും രക്ഷിക്കാനാവില്ല പാർവതി. വിശാലിൽ ഒരുതരം സ്വാധീനവും ചെലുത്താനാകാത്ത അവസ്ഥയിൽ നീ ഇങ്ങനെ പുറന്തള്ളപ്പെട്ടതിന്റെ ഒരേ ഒരു കാരണം നീ മാത്രമാണ്. ഇല്ല, എനിക്കിതില് ഇപ്പൊ ഒപ്പിടാൻ പറ്റില്ല. പറ്റില്ലെന്നോ? നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? നീ പറഞ്ഞിട്ടില്ലേ ഞങ്ങളെ വക്കീലിനെ വരെ വിളിച്ചു വരുത്തിയത്? എന്നിട്ടിപ്പോ വാക്ക് മാറാൻ നിനക്ക് നാണമില്ലേ? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഒപ്പിട്ടേ പറ്റൂ. ഒപ്പിടാമായിരുന്നു, അത് ഞാൻ അറിഞ്ഞതുമാണ്. പക്ഷെ അതിനെനിക്ക് ഒരാളുടെ കൂടി സമ്മതം അത്യാവശ്യമാണ്. ആരുടെ സമ്മതമാ നിനക്ക് ഈ തീരുമാനം എടുക്കാൻ വേണ്ടത്? CI അരവിന്ദൻ സാറിന്റെ. നിങ്ങളുടെ പേരിൽ കേസെടുക്കാൻ വേറൊരു വകുപ്പുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയും. ഗാർഹിക പീഡനം. എന്നെ സ്വന്തം അനുജത്തെ പോലെ കാണുന്ന ആ മനുഷ്യന്റെ കൂടി സമ്മതമില്ലാതെ എനിക്ക് ഈ കടലാസിൽ ഒപ്പിടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പിന്നെ ആ കുട്ടി ആരോടെങ്കിലും സംസാരിച്ചൊരു തീരുമാനം എടുക്കട്ടെ. നമുക്കത് കഴിഞ്ഞ് നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, എനിക്ക് ശ്യാമി ഒന്ന് കാണണം. എന്തിന്? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. അതൊന്നും വേണ്ട. ആ കഥ അവസാനിച്ചു. ആ കാര്യം എന്റെ മോൻ ചിന്തിക്കും കൂടി വേണ്ട. അമ്മേ, അതല്ലമ്മേ. ഒന്നും പറയണ്ട. ഒന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. അവള് വഞ്ചകിയാ, വഞ്ചകി. സ്നേഹിക്കുന്ന ഭാവത്തിൽ കൂടെ നിന്നിട്ട് എന്റെ മോനെ കൊല്ലാൻ നോക്കിയ രാക്ഷസിയാ അവള്. ഇനി അവളുടെ കാര്യമൊന്നും എന്റെ പൊന്നുമോൻ ഈ ജന്മത്തിൽ ചിന്തിക്ക കൂടി വേണ്ട. അവള് മോനെ കൊല്ലാതിരുന്നത് ഈ അമ്മയുടെ പുണ്യം കൊണ്ടാ. അല്ലമ്മേ, ഇത്രയും നാളും എന്റെ കൂടെ ജീവിച്ചതല്ലേ. എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയണമല്ലോ. വേണ്ട, ഒന്നും പറയണമെന്നില്ല. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ വക ഓർമ്മകളൊന്നും വേണ്ട. അതേക്കുറിച്ച് ആലോചനയും വേണ്ട. മോൻ സമാധാനത്തോടെ കിടക്ക്. ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എത്ര നന്ദി കെട്ടവളാവള്. അല്ലെങ്കിൽ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ട് നിന്നെ ചതിക്കുമായിരുന്നോ? ഒരു പാവപ്പെട്ടവളാണല്ലോ എന്ന് കരുതി അനുകമ്പ തോന്നി. പലതും ക്ഷമിച്ചു, പലതും കണ്ടില്ലെന്നടിച്ചു. ഒടുവിൽ എന്റെ മോനെ അവള് കൊല്ലാൻ നോക്കി. അമ്മേ, ശ്യാമ എന്നെ അങ്ങനെ കൊല്ലാൻ നോക്കുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം. സത്യത്തിൽ അതല്ലേ നടന്നത്, അതല്ലേ ഉണ്ടായത്. എന്റെ മോനൊരു ശുദ്ധഗതിക്കാരനാ, നിഷ്കളങ്കനാ. അതല്ലേ അവളെ ഇപ്പോഴും അവിശ്വസിക്കാൻ പറ്റാത്തത്. അമ്മേ, എന്റെ മനസ്സ് പറയുന്നു. അഗേ, ഇപ്പൊ നിന്റെ ആരോഗ്യ പ്രധാനം. ആ നെറുകെട്ടവളെ കുറിച്ച് ഓർക്കുമല്ല വേണ്ടത്. അവള് കുടുംബം അടച്ച എന്റെ മോനെയും ഈ കുടുംബത്തെ ഇല്ലാണ്ടാക്കാൻ നോക്കിയേ. അച്ഛൻ ആൾമാറാട്ടം നടത്തി ഇതിനകത്ത് സെക്യൂരിറ്റി ആയിട്ട് നടക്കുന്നു. ആങ്ങളെ കൊണ്ട് സ്വന്തം ഭർത്താവിനെ അവളെ അടിച്ചു വീഴ്ത്തുന്നു. പെറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ മോൻ ഇതൊക്കെ? ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലടാ നിന്നെ. എന്റെ മോന് ഈ അമ്മയുടെ ലോകം. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ അമ്മ ഭൂമി ജീവിച്ചിരിക്കില്ലായിരുന്നു. എന്റെ അകയ്ക്ക് വേണ്ടി, എന്റെ പൊന്നു മോന് വേണ്ടിയിട്ടാ ഈ അമ്മ ജീവിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അമ്മ വിഷമിക്കാതെ. അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അമ്മ പറയുന്നതേ ഞാൻ ഇനി കേൾക്കൂ. എങ്കിൽ നീ ഒന്നും ഓർക്കണ്ട. മോനൊന്ന് മയങ്ങാൻ നോക്ക്. കിടന്നു സൂക്ഷിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിക്കേ. സാറിന്റെ കോള് പോലും എടുക്കുന്നില്ലല്ലോ. ഇത്രയേറെ എന്നെ അങ്ങ് മറന്നു. മതിയമ്മേ. നന്നായിട്ട് ആഹാരം കഴിക്കണം. ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നതല്ലേ. കൊല്ലാൻ നോക്കിയവരെ അത് നടക്കാതെ വന്നപ്പോ ആ ദേഷ്യത്തിലങ്ങ് പോയി. ഓ, അവള് കൊല്ലാതെ വിട്ടതേ
അമ്മയുടെയും ഞങ്ങളുടെയും ഒക്കെ ഭാഗ്യം. ഹലോ ഗിൽസ. എന്താടി അവൻ ചത്തോന്നറിയാൻ വേണ്ടി വിളിക്കാണോ? ഐശ്വര്യടുത്തി മിണ്ടിപ്പോവരുത്. ഐശ്വര്യടുത്തി, എനിക്ക് അഖിൽ സാറിനോടൊന്ന് സംസാരിക്കണം. പറ്റില്ല. അവനാണ് നിന്റെ കോള് കണ്ടപ്പോ ഈ ഫോൺ എന്റെ കയ്യിൽ തന്നത്. അതെ, അവനിപ്പോ നിന്നിൽ ഒരു വിശ്വാസവും ഇല്ലെന്നും മേലിൽ അവന്റെ ഫോണിലേക്ക് വിളിച്ചു പോവരുതെന്നും എന്നോട് പറയാൻ പറഞ്ഞു. വെക്കടി ഫോൺ. അവളുടെ ഒരു ലോഹ്യം. ഇവളുടെ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയുക, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ പെൺമക്കളെയും സൂക്ഷിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവനൊക്കെ വീട്ടിൽ കയറി. നിന്റെ ഇളയ സന്താനം ഉണ്ടല്ലോ, ഇവൻ എന്റെ കൊച്ചിനെ പഴിപ്പിക്കാൻ നോക്കുക. ഐസ്ക്രീം വാങ്ങിച്ച് കോരിക്കൊടുത്ത് മയക്കിയെടുക്കാൻ നോക്കുക അവൻ. അതും പൊതു റോഡില് നാട്ടുകാർ കാണത്തക്കവണ്ണം. ആന്റി, ഞാൻ പറയാം. കീർത്തന മോളോട് ഞാൻ ചോദിച്ചിട്ടില്ല. പിള്ളേച്ച പറഞ്ഞ സത്യമാണോടാ? ശരിയാ, കീർത്തനയ്ക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി കൊടുത്തു. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? മോളങ്ങോട്ട് മാറി നിൽക്ക്. നമ്മളെ വീട്ടിലും ഇല്ലടാ ഒരു കുട്ടി. നീ അതെന്താ ആലോചിക്കാത്ത? ആന്റി, ഞങ്ങള് ഫ്രണ്ട്സാ. ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഓ, ഫ്രണ്ട്സ്? എന്താന്ന് ഫ്രണ്ട്സ്? എന്താന്ന് ഫ്രണ്ട്? സുധാമണി, മൂത്ത മോൻ കാശുള്ള ഒരു കൊച്ചിനെ മയക്കിയെടുത്തു. അതുപോലെ ഇളയ മോനെ എന്റെ വീട്ടിലോട്ട് കയറ്റിവിടാനാണ് പ്ലാനെങ്കിൽ അത് നടക്കത്തില്ല. ചോപ്പിട്ടിക്കൂട്ടി ഞാൻ ഭിത്തിയിലൊട്ടിക്കും. എന്നത്താ ഒട്ടിക്കണോ? കാണണ്ടേ ചവിട്ടി കൂടുന്നത്? ബാക്കിയുള്ളവർക്കും ഉണ്ട് കൈയും കാലും ഒക്കെ. ഓ, ചവിട്ടി കൂട്ടാനും ഭിത്തിയിൽ ഒട്ടിക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം. സുധാമണി, നിനക്കെന്ന് ഞാൻ ഈ വീട് തന്നോ അന്ന് തുടങ്ങിയതാ എന്റെ ഈ തലവേദന. എല്ലാത്തിനും ഞാനുണ്ടല്ലോ. പിള്ള സാർ, അമ്മയുടെ നേർക്ക് ഇനി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ലേ, എന്നെ വരട്ടുകയാണോ? അനാവശ്യം പറഞ്ഞ കൊച്ചെന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ? പിള്ള സാർ ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പ കാണാം എന്ത് ചെയ്യുന്നു. സാഹചര്യത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല. പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയാൽ അവരുടെ അച്ഛനും അമ്മമാർക്കും വേദനിക്കും. പക്ഷെ ഇവിടെ ഈ രണ്ടു പേരും അടുത്തടുത്ത് താമസിക്കുന്ന രണ്ട് കൂട്ടുകാരാ. ഫ്രണ്ട്ലി ആയിട്ടാ പെരുമാറുന്നേന്ന് മോള് പറയുകയും ചെയ്തു. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സംസാരിക്കേണ്ട രീതി ഇതല്ല. അയ്യോ അയ്യോ, എന്നാലേ സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ. സാറിന്റെ രീതി വെച്ച്
എത്ര പറഞ്ഞു തന്നാലും സാറ് പഠിക്കുന്ന തോന്നുന്നില്ല. കൊച്ചേ, ദേ, നീ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഇവരുടെ ലെവലിൽ നിന്ന് നീ സംസാരിക്കരുത്. എന്റെ ലെവൽ നോക്കാൻ എനിക്കറിയാം. അത് സാറ് പഠിപ്പിക്കണ്ട. ഏത് കുടുംബത്തിൽ നിന്ന് വന്നതായാലും ഇപ്പൊ ഇതാണ് എന്റെ കുടുംബം, ഇതാണ് എന്റെ അമ്മ. സാഗറിനോടോ ബാലുവിനോടോ സാർ എന്ത് വേണേലും പറഞ്ഞോളൂ. പക്ഷെ അമ്മയോട് ആളാവാൻ നോക്കിയാ ചോദിക്കാൻ ഞാനുണ്ട്. ബഹുമാനം കൊടുത്തു വേണം ബഹുമാനം വാങ്ങാൻ. വഴക്കുണ്ടാക്കാൻ വന്നപ്പോ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു. എന്ന് വെച്ചാ സാറ് തന്നെ സാറിന്റെ വില കളഞ്ഞു. എന്റെ വില എന്താണെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. ആയിക്കോട്ടെ സാർ. പിന്നെ സാർ പറഞ്ഞില്ലേ ബാലു എന്നെ കറക്കിയെടുത്തുന്ന്? അല്ല സാറേ, ഞാനങ്ങ് കറങ്ങി വീണുപോയതാ. അതാ സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറെ നാളായേ ലവ് ലെറ്റർ ഒക്കെ ഒന്ന് വായിച്ചിട്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ഒരുപാട് ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്സരസ് അല്ലായിരുന്നു? അപ്സരസ് അല്ലെങ്കിലും അത്യാവശ്യം ലുക്കൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കണ്ടാലും മതി. സത്യവാ സീതേച്ചി പറയുന്നത്. പല ദിവസങ്ങളിൽ എന്റെ ഉമ്മ ചായ തിളപ്പിക്കുന്നതേ എനിക്ക് കിട്ടിയ ലവ് ലെറ്റർ എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാ. അപ്പൊ പിന്നെ പഞ്ചാരയുണ്ടല്ലോ, ലാഭമായി. അപ്പച്ചി എന്തുവാ ഇങ്ങനെ? പോട്ടെ, വായിച്ചു സുലു. ഞാൻ വായിക്കാം. എന്താ കണ്ണു പിടിക്കുന്നില്ലേ? കണ്ണു പിടിക്കാഞ്ഞിട്ടല്ല അപ്പച്ചി. ഈ പ്രേമലേഖനൊക്കെ വായിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു മൂടൊക്കെ ഉണ്ട്. എന്ത് പരിപാടി? ഷാഹിന, അപ്പച്ചിക്ക് ഒരു പ്രേമലേഖനം കിട്ടിയെന്ന്. പ്രേമലേഖനോ? അപ്പച്ചിക്കോ? അപ്പച്ചി ആരെഴുതിയതാ? നിന്റെ വാപ്പ. അപ്പച്ചി ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത് കേട്ടോ. കേൾക്കണല്ലോ. ഉമ്മ അപ്പച്ചി ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ? പാപ്പയ്ക്ക് വിളിച്ചിട്ടാണോ തമാശ പറയുന്നേ? ഞാനിപ്പോ അങ്ങനെ വിളിച്ചു. നീ വല്ലതും ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ഒന്ന് ബഹളം വെക്കാണ്ടിരിക്കോ സുലു? അതൊന്ന് വായിച്ചേ. ഇനി ആ മൂട് വരട്ടെ. എന്നെങ്ങാനും വരുവോ? അപ്പച്ചി സത്യം പറ, ആരെഴുതിയതാ? ഞാൻ പറയട്ടെ, വായിക്കട്ടെ. എന്റെ പ്രിയേ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്റെ കൽബിൽ പ്രിയതമെ കൊണ്ടു നടക്കുകയാണ്. എന്റെ പ്രിയതമയില്ലാതെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രിയതമയ്ക്ക് വേണ്ടി ഞാൻ എന്റെ സർവ്വതും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ജാതി, മതം എല്ലാം. എനിക്ക് എന്റെ പ്രിയതമയോടൊത്ത് ജീവിക്കുകയും മരിക്കുകയും വേണം എന്ന് പ്രിയയുടെ സ്വന്തം കെ. അതാരാ കെ? കെ ഫോർ കാമുകൻ. അപ്പച്ചി ഇത് പോലും അറിയത്തില്ല. അല്ല അപ്പച്ചി, ഇത് കെ ഫോർ കാമുകൻ എന്നല്ല. പിന്നെ ഇത് ആരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഈ കെ. ഫുൾ നെയിം എഴുതാനേ പേടിച്ചിട്ട് മൊത്തം എഴുതാതിരിക്കുന്ന ആളുകളാ. ഏതോ ഒരു കള്ളന. അങ്ങനെയാണെങ്കിൽ അത് കുട്ടിക്കൃഷ്ണൻ ചാൻസ് ഉണ്ട്. കുഞ്ഞികൃഷ്ണനാവാം, കുമാരനാവാം, കരുണാകരനാവാം, അല്ലാതെ കെ അബൂബക്കർ ആവാം, കെ ജോസഫ് ആകാം, കെ രാഘവനാവാം. അല്ല, അങ്ങനെ സാധ്യതകൾ പറയാറ് നമ്മളെ. എന്നാലും ഈ കെ ആരായിരിക്കും? ആരായാലും അപ്പച്ചി. ഷാഹിന, ഷാഹിന, എവിടെയത്? ഇവിടെ ഉണ്ട്. സാറാമ്മ വേണം. എല്ലാവരും ഉണ്ടല്ലോ. എന്താ വല്ല വിശേഷപ്പെട്ട ചർച്ചയിലോ വല്ലോ ആണോ? ഇവിടെ വിശേഷമൊന്നുമില്ല. ഞങ്ങൾ ചില കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, അങ്ങോട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇവിടെ കാണാൻ വന്നതാ. എന്നെയോ? കൊടുകൈ അഭിനന്ദനങ്ങൾ. എന്തിനാ? നീ ആ ഷാനവാസിനെ മലർത്തി അടിച്ചില്ലേ, അതിന്. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണോ? താങ്ക് യു. കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതില് കഥയൊന്നുമില്ല. ഞാൻ ഇവിടെ മാത്രം അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.